സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ ദിവസം പവന് 1,14,560 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 14,320 രൂപയും. എന്നാൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 600 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണവില 1,15,160 രൂപയായി കൂടി. ഗ്രാമിന് 14,395 രൂപയാണ് നൽകേണ്ടത്. വിപണിവില ഇത്രയാണെങ്കിലും 3% GSTയും 5% പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില കൂടും. സ്വർണത്തോടൊപ്പം വെള്ളിവിലയും മാറുന്നുണ്ട്. നിലവിൽ ഗ്രാമിന് 300.10 രൂപയും കിലോയ്ക്ക് 3,100,000 രൂപയുമാണ് നൽകേണ്ടത്. പശ്ചിമേഷ്യൻ യുദ്ധസാഹചര്യങ്ങളുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും സ്വർണ്ണവില മാറുന്നത്. UAEക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും ഇറാനെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളികളും സംഘർഷം ഉടൻ അവസാനിക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഇതോടെ ക്രൂഡ് ഓയിൽ വിലയും US ഡോളർ ഇൻഡെക്സും ഉയർന്നു. ഇതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യാന്തര സ്വർണ്ണവില താഴ്ന്നത്. വില ഇടിവിനെ തുടർന്നുള്ള ഡീ-ബൈയിങ് വില ഉയരാൻ കാരണമായേക്കാം. വില കുറയുമ്പോൾ സ്വർണം വാങ്ങുന്നത് കൂടുന്നതിനെയാണ് ഡീ-ബൈയിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമായേക്കും. രൂപയുടെ മൂല്യം താഴുന്നതോടെ ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് കൂട്ടും. ഇത് സ്വർണ്ണവില കൂടാനോ വലിയ ഇടിവ് സംഭവിക്കാതിരിക്കാനോ വഴിതെളിക്കും.